ക്രൈസ്റ്റ് കോളേജുകാര് കോൺവൊക്കേഷന് സാരിയുടെ കളർ വൈറ്റ് കളർ മാൻഡേറ്ററി ആക്കിയത് പിള്ളേര് വലിയ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഞാൻ വിചാരിച്ചു വെള്ള സാരി അല്ലേ, ഇപ്പൊ വേണമെങ്കിൽ നമ്മുടെ സെറ്റ് സാരി ഉടുക്കാലോ എന്നൊക്കെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോളേജ് കുമാരി ഇൻസ്റ്റഗ്രാം തുറന്ന് അവളുടെ സീനിയേഴ്സിന്റെ കോൺവൊക്കേഷൻ ഫോട്ടോസ് കാണിച്ചു തന്നു. അപ്പോഴാണ് കേട്ടോ മനസ്സിലായ, ഞാൻ വിചാരിച്ചൊന്നല്ല വെള്ളാന്ന്. പലതരം വൈറ്റുകള്, ബോർഡർ ഉള്ളത്, പൂക്കളുള്ളത്, പിന്നെ ബേബി പിങ്കും ക്രീമും ബേജും ഒക്കെ ആയിട്ട് 4783 വെറൈറ്റി ഓഫ് വൈറ്റ് ഉണ്ടെന്ന് അപ്പോഴാട്ടോ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 2 സാരിന്ന് ഹയസ്റ്റ് അതോറിറ്റി പപ്പയാണല്ലോ, പപ്പ പറഞ്ഞ സാരി അങ്ങോട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു വൈറ്റ് സാരി ലുക്കിന് വേണ്ടി ഞാനും അവളും കൂടിയിട്ട് പിൻട്രസ്റ്റിലും അവിടെയും ഇവിടെയും നടത്തിയ റിസർച്ച്, സെമസ്റ്റർ പരീക്ഷയ്ക്ക് നടത്തിയിരുന്നെങ്കിൽ അവൾക്കൊരു ഗോൾഡ് മെഡലും എനിക്കൊരു PhD എങ്കിലും കുറഞ്ഞത് കിട്ടിയേനെ. അങ്ങനെ മെയ് 30 കോൺവൊക്കേഷൻ ഡേ, പേരൻസും റിലേറ്റീവ്സും കുട്ടികളൊക്കെ ആയിട്ട് ഒരു അടിപൊളി പരിപാടി കിട്ടും. ഇതെല്ലാം കഴിഞ്ഞ് സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെയും കുറെ നേരം. തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ, ഒരു ചെറിയ ഫാഷൻ ഷോന്റെ പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു വെച്ചെങ്കിലും കുട്ടികള് ഒരുങ്ങി വരണ കാണാൻ ഒരു ഭംഗി തന്നെയായിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരു കോൺവൊക്കേഷൻ. എന്റെ അമ്മയച്ഛനും അത് അറിഞ്ഞിട്ടന്നില്ല എന്നാ തോന്നണേട്ടോ. രാവിലെ എണീറ്റ് അമ്മയുടെ ഏതോ സാരി എടുത്തു കൊടുത്തിട്ടാ പോയെ. പിന്നെ കോളേജുകാരെടുത്ത ഈ ഫോട്ടോയിൽ എന്റെ സൗന്ദര്യം എനിക്ക് തന്നെ ബോധിക്കാത്തോണ്ട് ഞാൻ അത് അപ്പൊ തന്നെ അണ്ടർഗ്രൗണ്ട് ആക്കി. ശരിക്കും ഒരു കോൺവൊക്കേഷൻ അത്രയൊക്കെ കോലാഹലം വേണോ? ആവാം തന്നെയാണ് എന്റെ അഭിപ്രായം. ഇന്ന് വിദ്യാഭ്യാസം പണ്ടത്തെ പോലെയല്ല. അസൈൻമെന്റ്, പ്രൊജക്ടുകൾ, പ്രസന്റേഷൻ, ഡെഡ് ലൈൻസ്, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് മത്സരങ്ങൾ, സമ്മർദ്ദങ്ങൾ ഏറെയാണ് ഇന്നത്തെ കുട്ടികൾക്ക്. വർഷങ്ങൾക്ക് ശേഷം അവർ ഈ ചിത്രങ്ങളിലൂടെ കാണുന്നത് ആ സാരിയുടെ കളറും CGPA ഒന്നും ആയിരിക്കില്ല, ആ ക്യാമ്പസിൽ അവരുണ്ടാക്കിയ സൗഹൃദങ്ങളെ. ഒരു ചെറിയ പനി വന്നപ്പോഴും മരുന്നുകൾ വാങ്ങിക്കൊണ്ടുവന്ന് കൂടെ ഇരുന്ന് പരിചരിച്ച ആ ഹോസ്റ്റൽ ഫ്രണ്ടിനെ, വിജയങ്ങളെ, പരാജയങ്ങൾ, ആ 3 വർഷം അവരാക്കിയ അനുഭവങ്ങളെ, ജീവിതത്തിലെ ഏറ്റവും നല്ല 3 വർഷത്തെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത സ്വതന്ത്രവും നിഷ്കളങ്കമായ ആ മനോഹരമായ വർഷങ്ങളെ അവരങ്ങോട്ട് സെൽഫിയും റീൽസൊക്കെ എടുത്ത് പോസ്റ്റ് ആഘോഷിക്കട്ടേന്നേ.